സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. എന്തൊരു വഞ്ചനയാണ് കേന്ദ്ര സർക്കാർ ഇവരോട് കാണിച്ചിട്ടുള്ളത് എന്നത്. സർ, 2013 ഇന്ത്യൻ ലേബർ കോൺഫറൻസ് യുനാനിമസ് ആയി ശുപാർശ ചെയ്തത് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, വോളണ്ടിയേഴ്സ് ആയിട്ടല്ല. മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഒറ്റത്തോടെ അങ്ങേക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടന്നിട്ടുള്ളൂ. അതോടുകൂടി അതിന്റെ കഥ കഴിഞ്ഞു, പിന്നെ നടന്നിട്ടില്ല. 2015 2015 വീണ്ടും യുനാനിമസ് ശുപാർശയാണ്, ഏകകണ്ഠമായ ശുപാർശയാണ്. എന്താണ്? ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം. ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അംഗൻവാടി ജീവനക്കാരെ, സ്കീം വർക്കേഴ്സ് ആണല്ലോ, അവരെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം. 2022 സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഏപ്രിലിൽ ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണ് ഗ്രാറ്റുവിറ്റി ഉള്ളത്? ജീവനക്കാരായിട്ട് അംഗീകരിക്കപ്പെട്ടവർക്കാണ്. സംസ്ഥാനങ്ങൾ, ബിജെപിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും നിരന്തരമായി കേന്ദ്രത്തോട് ഇൻസെന്റീവ് കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, JP നഡ്ഡ കഴിഞ്ഞ ദിവസവും ഇൻസെന്റീവ് കൂട്ടുന്നതിനെ കുറിച്ച് ഒരുറപ്പ് നൽകാൻ ഇപ്പൊ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം, പത്രങ്ങളിലെല്ലാം വന്നു. ആദ്യം കൂട്ടുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇപ്പൊ കൂട്ടേണ്ട കാര്യമില്ല, പിന്നീട് ഭാവിയിൽ ആലോചിക്കാം എന്നാണ്. ഒരു കമ്മിറ്റ്മെന്റും നൽകാൻ കേന്ദ്രം തയ്യാറല്ല. കൊടുക്കുന്നത് 1800 ആണ്. ആ 1800-ൽ നിന്നൊരു പൈസ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവും ഈ സമരത്തിലില്ല എന്നത് തന്നെ നിങ്ങൾ കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് കൂടിയല്ലേ നിങ്ങളുടേതുൾപ്പെടെയുള്ള നമ്മുടേതുൾപ്പെടെയുള്ള യൂണിയനുകൾ, എല്ലാ യൂണിയനുകളും, ഈ കേന്ദ്ര യൂണിയനുകൾ ഇതിനൊപ്പം നിൽക്കാത്തത്.